അച്ഛന്റെ അകാല മരണത്തിന് ഇടയാക്കിയത് പോലീസിന്റെ ലാത്തിയടിയെന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്. യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് ആർ ഇന്ദുചൂടന്റെ പഴയകാല ചിത്രങ്ങൾ കൂടി പങ്കുവച്ചാണ് വിജയ് ഇന്ദുചൂടൻ പോലീസ് അതിക്രമത്തെ ഓർത്തെടുക്കുന്നത്. വരുന്ന 10-ാം തീയതി അച്ഛൻ മരിച്ചിട്ട് 9 വർഷം തികയുകയാണ്. അത്ര ക്രൂരമർദ്ദനത്തിനിരയായി മരണത്തിലേക്ക് കടന്നുപോയ അച്ഛനെ പലർക്കും അറിയാവുന്നതാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരെ പരാമർശിച്ച് വിജയ് ഇന്ദുചൂടൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. 2000-ാം ആണ്ടിൽ അടൂരിൽ സംഘടിപ്പിക്കപ്പെട്ട യുവജന പ്രക്ഷോഭത്തിലായിരുന്നു സമാനതകളില്ലാത്ത ആ ലാത്തിച്ചാർജ്. ആ ലാത്തിച്ചാർജിൽ അച്ഛൻ്റെ കഴുത്തിന് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ നട്ടെല്ല് പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു. ആ നട്ടെല്ല് പൊട്ടിപ്പോയതിനു ശേഷം തലയ്ക്ക് അതിഭീകരമായിട്ട് ക്ഷതമേറ്റു. 3-ാമത്തെ റൗണ്ട് 3-4 റൗണ്ട് ലാത്തിച്ചാർജ് ഉണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. വിരോധം തീർക്കുന്നത് പോലെയാണ് പോലീസുകാർ പെരുമാറിയത്. കനത്ത ശാരീരിക ക്ഷതം അതുവഴി ഇന്ദുചൂടനേറ്റു. ശേഷം അദ്ദേഹം മരണത്തിലേക്ക് നടക്കുകയായിരുന്നു അത്രേ. 2016-ൽ 58-ാമത്തെ വയസ്സിലായിരുന്നു മരണം. അതിഭീകരമായിട്ടുള്ള ലാത്തിച്ചാർജ് ഏൽക്കുകയും അതിനുശേഷം കാലക്രമേണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയും നടക്കുവാനും അതുപോലെ യാത്ര ചെയ്യുവാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. ആ ലാത്തിച്ചാർജിന് ശേഷം എൻ്റെ അച്ഛൻ അലറി വിളിക്കാത്ത ഒരു രാത്രി ഒരു പകലുകളോ ഞാനോ എൻ്റെ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. മുൻമന്ത്രി MM മണിക്കെതിരെ കരിങ്കൊടി കാണിച്ചു മടങ്ങവേ പത്തനംതിട്ടയിൽ പോലീസ് പിടിച്ചതും ജീപ്പിൽ കൊണ്ടുപോകവേ നേരിട്ട ഉപദ്രവവും വിജയ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.